പാടശേഖരത്തിനുള്ളിൽ ഒരു 18 വർഷത്തിലധികമായിട്ട് നെൽകൃഷിയില്ല. ഈ നെൽകൃഷി ചെയ്യുന്ന ഒരു വ്യക്തി ശ്രീ ചന്തുചേട്ടൻ മഞ്ചാടിപ്പറമ്പിലാണ്. അപ്പോൾ അദ്ദേഹം തുടർച്ചയായി 25 വർഷമായി കൃഷി ചെയ്യുന്നു. അപ്പോൾ ആ 25ാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നിവിടെ ഈ കൊയ്ത്തുത്സവം നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. കേരളത്തിൻ്റെ പൊക്കാളി പാടങ്ങളിൽ ഈ പഞ്ചായത്തിൽ തന്നെ 2.25 ഏക്കർ വരുന്ന കൃഷിഭൂമിയിൽ അദ്ദേഹം കൃഷി ചെയ്തിട്ട് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് നെൽ പിടിച്ചു കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഇതേപോലെയുള്ള ഈ നെൽകൃഷിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു 18-20 വയസ്സുള്ള ഒരു കുട്ടിയോട് ഈ നെല്ലെന്താണ് അല്ലെങ്കിൽ ഈ നെൽകൃഷി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല. ഇത് വലിയൊരു സംസ്കാരമാണ്. അതായത് പുതുതലമുറകൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു കാർഷിക സംസ്കാരം. അതിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെയുള്ള ചാന്തുചേട്ടനെ പോലെയുള്ള, അതായത് അദ്ദേഹത്തിന് 75 വയസ്സിലധികം പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തെ വെല്ലുന്ന തരത്തിൽ ഇവിടുത്തെ കൃഷി വകുപ്പും നിയമങ്ങളും അദ്ദേഹത്തിന് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇത്രയും കൃഷിഭൂമിയിൽ അദ്ദേഹത്തിന് നെല്ല് വിളയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ അന്യം നിന്ന് പോകുന്ന ഇത്തരം കൃഷി രീതികൾ ഇവിടെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയുടെ ഫലമായിട്ട് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇവരെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ് കയറി നിൽക്കുകയാണ്. അരയ്ക്ക് മേളിൽ വെള്ളമാണ് നിൽക്കുന്നത്. ഈ നെൽപ്പാടത്ത് ഈ സമയത്ത് മുട്ടിൽ താഴെ വെള്ളമാണ് ഉണ്ടാവേണ്ടത്. അവർ അരവപ്പം വെള്ളത്തിൽ നീന്തി ആണ് ഇത് കൊയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും വെള്ളം നിയന്ത്രിക്കേണ്ടത് കൃഷി വകുപ്പാണ്. അപ്പോൾ കൃഷി വകുപ്പിൻ്റെ അനാസ്ഥ മൂലം അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ നിയമലംഘനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ഈ സാഹചര്യത്തിൽ ഇവിടെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തിക്കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം എന്നറിയാമല്ലോ. ഇപ്പോൾ 1-ാം തീയതി ലൈസൻസ് മറ്റ് നിയമ നടപടികളോ ഒന്നും ചെയ്യാതെ തന്നെ ഈ പ്രാവശ്യം ചാല് നടത്താനായിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും നമ്മൾ ഫിഷറീസ് ഓഫീസിൽ വിവരാവകാശം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മത്സ്യം വളർത്താനായിട്ടുള്ള ലൈസൻസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പാടശേഖരത്തിലെ അംഗങ്ങളാരും തന്നെ കൃഷി ചെയ്യുന്നില്ല. ഈ കൃഷി ചെയ്യുന്ന ചാന്തുചേട്ടൻ പാടശേഖരം പുറത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യവുമാണ്. അപ്പോൾ ഇവിടെ കാർഷികപരമായ കാര്യങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യമോ സർക്കാരിൻ്റെ നിയമങ്ങളോ ഇവിടെ പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് ഈ പാടത്ത് കൊയ്യാനെത്തിയിരിക്കുന്ന ഈ അമ്മമാരെയും ഈ പെങ്ങന്മാരെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ചാന്തുചേട്ടനും വലിയൊരു അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.